തിരഞ്ഞെടുപ്പ് എന്നത് വെറുമൊരു രാഷ്ട്രീയ കളിയല്ല, അതൊരു ശാസ്ത്രമാണ്. ഇന്ന് നമ്മൾ പത്തനാപുരത്തേക്ക് പോവുകയാണ്. അവിടുത്തെ ഭരണ സംവിധാനത്തെയും ജനവിധിയെയും ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാൻ. വെറും അക്കങ്ങൾ മാത്രമല്ല, അതിനപ്പുറമുള്ള ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ. നമ്മുടെ ഈ യാത്രയ്ക്ക് 6 ഭാഗങ്ങളുണ്ട്. ആദ്യം നമ്മൾ ആ നാടിനെയും അവിടുത്തെ ആളുകളെയും മനസ്സിലാക്കും. പിന്നെ രാഷ്ട്രീയത്തിന്റെ പൾസ് എന്താണെന്ന് നോക്കും. തെരഞ്ഞെടുപ്പിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തും. അതിനുശേഷം ഈ വിവരങ്ങളെല്ലാം വെച്ച് ഒരു പുതിയ ഭരണത്തിനുള്ള രൂപരേഖ തയ്യാറാക്കും. അവസാനം എങ്ങനെയാണ് ഒരു ജനവിധി ഉറപ്പാക്കാൻ കഴിയുകയെന്നും നമ്മൾ ചർച്ച ചെയ്യും. ഏതൊരു രാഷ്ട്രീയ വിശകലനവും തുടങ്ങേണ്ടത് ആ മണ്ണിൽ നിന്നാണ്, അല്ലേ? അതുകൊണ്ട് ഭാഗം 1, നാടും ജനങ്ങളും. പത്തനാപുരത്തെ പത്തനാപുരമാക്കുന്നതെന്തൊക്കെയാണ്? അവിടുത്തെ മണ്ണ്, കാലവർഷം, പിന്നെ മനുഷ്യരുടെ ഒഴുക്ക്. നമുക്ക് ആഴത്തിൽ നോക്കാം. പത്തനാപുരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കടലിന്റെ ശബ്ദം ഓർമ്മ വരില്ല. കാരണം ഇത് കേരളത്തിന്റെ ഹൃദയത്തിലുള്ള ഒരു ഉൾനാടൻ മണ്ഡലമാണ്. ഒരു വശത്ത് പശ്ചിമഘട്ടത്തിന്റെ തലോടൽ, മറുവശത്ത് ഇടനാടൻ സമതലങ്ങൾ. ഇവിടുത്തെ ഭൂമിശാസ്ത്രം തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതവും രാഷ്ട്രീയവും തീരുമാനിക്കുന്നത്. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഇനി നമുക്ക് അവിടുത്തെ ജനങ്ങളെ നോക്കാം. വളരെ സങ്കീർണമായൊരു സാമൂഹിക ഘടനയാണ് പത്തനാപുരത്തിന്റേത്. ഏകദേശം 59% ഹിന്ദുക്കൾ, 22% ക്രിസ്ത്യാനികൾ, പിന്നെ 18% മുസ്ലിങ്ങൾ. ഇതിൽ തന്നെ ഏതാണ്ട് 13നും 17നും ഇടയിൽ ശതമാനം വരുന്ന പട്ടികജാതി വിഭാഗമുണ്ട്. ഈ വൈവിധ്യം തന്നെയാണ് ഇവിടത്തെ രാഷ്ട്രീയത്തിന്റെ ശക്തിയും അതേസമയം അതിലെ സങ്കീർണതയും. പത്തനാപുരത്തെ ജനങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രധാനമായും 2 ധാരകളാണ്. ഒന്ന്, കാലവർഷം. അതാണ് ആ നാടിന്റെ ജീവൻ. പക്ഷേ ആ ജീവൻ ഇപ്പോൾ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. കിണറുകൾ വരളുന്നു, വെള്ളത്തിന് ക്ഷാമം. രണ്ടാമത്തേത് ഗൾഫ്. പല വീടുകളിലും അടുപ്പ് പുകയുന്നത് ആ സ്വപ്നം കൊണ്ടാണ്. പക്ഷേ തൊഴിലില്ലാതെ മടങ്ങിവരുന്ന പ്രവാസികൾ കൂടുന്നു. ആ സ്വപ്നത്തിനും ഇപ്പോൾ നിറമങ്ങുകയാണ്. ഈ 2 അടിസ്ഥാനങ്ങളിലും വിള്ളൽ വീഴുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഓരോ വീട്ടിനെയും പിടിച്ചുലയ്ക്കും. അപ്പോൾ ഈ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ രാഷ്ട്രീയത്തിലെങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? അതാണ് നമ്മുടെ 2ാം ഭാഗം. രാഷ്ട്രീയത്തിന്റെ പൾസ് റീഡിംഗ്. കണക്കുകൾ നമ്മളോട് സംസാരിക്കും. പ്രധാനമായും 3 കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. കണക്കുകൾ തരുന്ന ആദ്യത്തെ സിഗ്നൽ വളരെ വ്യക്തമാണ്. ഭരണവിരുദ്ധ വികാരം. നിലവിലെ ജനപ്രതിനിധിയുടെ വോട്ട് ഷെയർ നോക്കൂ. 2011-ൽ 56%, 2016-ൽ അത് 52ആയി, 2021 എത്തിയപ്പോഴേക്കും 49%-മായി കുറഞ്ഞു. ഭൂരിപക്ഷം പകുതിയായി. ഇതിൽ കൂടുതൽ വ്യക്തമായി വോട്ടർമാർക്ക് എങ്ങനെയാണ് ഞങ്ങൾക്കൊരു മാത്രം വേണം എന്ന് പറയാൻ കഴിയുക? രണ്ടാമത്തെ സിഗ്നൽ ഒരു മൂന്നാമത്തെ ശക്തിയുടെ വളർച്ച. 2011-ൽ വെറും 2% വോട്ടുണ്ടായിരുന്ന ബിജെപിക്ക് 2021-ൽ അത് 9%-മായി, 7% വർധനവ്. ഇത് വെറുമൊരു കണക്കല്ല. പരമ്പരാഗത മുന്നണികളിൽ, പ്രത്യേകിച്ച് ഹിന്ദു വോട്ട് ബേസിൽ ഒരു വിള്ളൽ വീഴുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണിത്. ഇനി മൂന്നാമത്തെ, ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നല്, അതിനെ നമുക്ക് വെൽഫെയർ ഫെറ്റീഗ് എന്ന് വിളിക്കാം. അതായത് ക്ഷേമ പദ്ധതികൾ കൊണ്ടുണ്ടായ ഒരുതരം മടുപ്പ്. സർവേയിൽ പങ്കെടുത്തവരിൽ വെറും 0.6% ആളുകൾ മാത്രമാണ് ക്ഷേമ പദ്ധതികൾ ഒരു പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമായി പറഞ്ഞത്. വോട്ടർമാർ നമ്മളോട് എന്താ പറയുന്നത്? ഞങ്ങൾക്ക് വേണ്ടത് താൽക്കാലിക സഹായങ്ങളല്ല, സ്ഥിരമായ പരിഹാരങ്ങളാണ്, തൊഴിലാണ്, നല്ല റോഡുകളാണ്, ഭാവിയാണ്. നോക്കൂ, ഈ ഡേറ്റയൊക്കെ വെറും അക്കങ്ങളായി കാണരുത്. ഇത് ജനങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതാണ്, അവരുടെ ശബ്ദമാണ്. ഓരോ വ്യക്തിയുടെയും അന്തസ്സ് മാനിച്ചുകൊണ്ട് ആ ശബ്ദം ഉത്തരവാദിത്തത്തോടെ കേൾക്കുക എന്നത് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നൊരു മൂല്യമാണ്. നമ്മൾ ഈ ഡേറ്റയെ സമീപിക്കുമ്പോൾ വെറും വോട്ടർമാരെ ടാർഗറ്റ് ചെയ്യുക എന്നല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് ഒരു സമൂഹത്തിന്റെ ആവശ്യങ്ങളെയും പ്രതീക്ഷകളെയും എങ്ങനെ അഭിസംബോധന ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾക്കെല്ലാം പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെന്താണ്? എന്തുകൊണ്ടാണ് ഈ അക്കങ്ങൾ ഇങ്ങനെ മാറുന്നത്? അതാണ് നമ്മുടെ 3ാം ഭാഗം. നമുക്ക് ഈ തിരഞ്ഞെടുപ്പിന്റെ ഒരു അനാറ്റമി തന്നെ നടത്തി നോക്കാം. പ്രധാനമായും 3 കാര്യങ്ങളാണിതിനു പിന്നിൽ: വിശ്വാസക്കുറവ്, മടുപ്പ്, പിന്നെ ഭരണ സംവിധാനത്തിലെ വിടവുകൾ. ഇവിടെ 3 കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. 1, ട്രസ്റ്റ് ഡെഫിസിറ്റ്, അതായത് വിശ്വാസ്യതയിലുണ്ടായ കുറവ്. നിലവിലുള്ള ജനപ്രതിനിധിയുടെ മുൻകാല ചരിത്രവും വിവാദങ്ങളുമൊക്കെ ജനങ്ങളിൽ ഒരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. 2, നമ്മൾ നേരത്തെ പറഞ്ഞ വെൽഫെയർ ഫറ്റീഗ്.
ജനങ്ങളുടെ ആഗ്രഹങ്ങൾ ഇപ്പോൾ ചെറിയ കിറ്റുകളിലും പെൻഷനുകളിലും ഒതുങ്ങുന്നില്ല. അവർക്ക് അതിനപ്പുറം വളരണം. 3. ഏറ്റവും പ്രധാനം, സർവീസ് ഡെലിവറിയിലെ പ്രശ്നങ്ങൾ. ഒരു റേഷൻ കാർഡിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി സാധാരണക്കാരൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടില്ലേ? അത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഭരണത്തിലുള്ള വിശ്വാസം മൊത്തത്തിൽ തകരുന്നത്. ഇനി പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകൾക്ക് പുറത്ത് അധികമാരും ശ്രദ്ധിക്കാത്ത ചില ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ അവരെ സ്ലീപ്പർ ഗ്രൂപ്പുകൾ എന്നു പറയും. ഉദാഹരണത്തിന്, വോട്ട് ചെയ്യാൻ മടിക്കുന്ന ചെറുപ്പക്കാർ, ഭാവിയെപ്പറ്റി ഒരു ഉറപ്പുമില്ലാതെ തിരികെ വന്ന പ്രവാസികൾ, അല്ലെങ്കിൽ സിസ്റ്റത്തിനോട് അതൃപ്തിയുള്ള സർക്കാർ ജീവനക്കാർ. ഇവരുടെ പ്രശ്നങ്ങൾ ആരും ശരിക്കു കേൾക്കുന്നില്ല. എന്നാൽ ഇവരെ കേൾക്കാൻ തയ്യാറായാൽ തെരഞ്ഞെടുപ്പിന്റെ ഗതി തന്നെ മാറ്റാൻ അവർക്ക് ശക്തിയുണ്ട്. ഇനി 4ാമത്തെ ഭാഗം, ജനങ്ങളുടെ പ്രശ്നങ്ങളെ നമ്മളൊരു ഹീറ്റ് മാപ്പ് പോലെ വരച്ചാൽ എങ്ങനെയുണ്ടാകും? എവിടെയാണ് പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ? എവിടെയാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്? നമുക്ക് ആ ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. ഇതൊന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്ന പ്രശ്നങ്ങളല്ല. ഒരു ചങ്ങല പോലെ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കുടിവെള്ളമില്ലാത്ത അവസ്ഥ, വർഷങ്ങളായി പണിതീരാത്ത റോഡുകൾ, കൃഷി നശിപ്പിക്കുന്ന കാട്ടുമൃഗങ്ങൾ, ഒരു റേഷൻ കാർഡിനു വേണ്ടിയുള്ള നടപ്പ്. ഈ പ്രശ്നങ്ങളെല്ലാം ഒത്തുചേരുമ്പോൾ സാധാരണക്കാരന് എന്തു തോന്നും? ഈ സിസ്റ്റം നമുക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് എന്നൊരു തോന്നൽ വരും. അതാണ് ഏറ്റവും വലിയ പരാജയം. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പ്രശ്നങ്ങളെപ്പറ്റിയാണ് സംസാരിച്ചത്. ഇനി നമുക്ക് പരിഹാരങ്ങളെപ്പറ്റി സംസാരിക്കാം. അതാണ് 5ാം ഭാഗം, ഒരു ഗവേണൻസ് ബ്ലൂപ്രിന്റ്. ഈ കണ്ടെത്തിയ വിവരങ്ങളെല്ലാം വെച്ച് ജനങ്ങളുടെ വിശ്വാസം നേടാൻ കഴിയുന്ന ഒരു പ്ലാൻ എങ്ങനെയുണ്ടാക്കാം നോക്കാം. ഇവിടെ ഏറ്റവും ആദ്യം ഉത്തരം പറയേണ്ട ഒരു ചോദ്യമുണ്ട്. നിലവിലെ സ്ഥാനാർത്ഥിയെ വെച്ച് മുന്നോട്ടു പോകണോ അതോ പുതിയ ഒരാളെ കൊണ്ടുവരണോ? ഡേറ്റ അനുസരിച്ച് ഉത്തരം ഒന്നേയുള്ളൂ: റീപ്ലേസ്. സ്ഥാനാർത്ഥിയെ മാറ്റണം. എന്തുകൊണ്ട്? കാരണം നിലവിലുള്ള ആന്റി എൻകംബൻസി മറികടക്കാൻ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആവശ്യമാണ്. ഇതൊരു വ്യക്തിയോടുള്ള എതിർപ്പല്ല, ഇതൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ പുതിയ പ്ലാറ്റ്ഫോം എന്തായിരിക്കണം? 3 പ്രധാന തൂണുകളിലാണ് നമ്മൾ ഇത് പണിയേണ്ടത്. 1. തൊഴിൽ. ചെറുപ്പക്കാർക്ക് തൊഴിലുറപ്പ്, ഗൾഫിൽ നിന്നും മടങ്ങിയെത്തിയവർക്ക് പുതിയ സ്കില്ലുകൾ. 2. അടിസ്ഥാന സൗകര്യങ്ങൾ, കുടിവെള്ള പദ്ധതികളും റോഡ് വികസനവും വേഗത്തിലാക്കുക. 3. വിശ്വാസം. ജനങ്ങളുടെ പരാതികൾ കേൾക്കാനും നിശ്ചിത സമയത്തിനുള്ളിൽ പരിഹാരം നൽകാനും ഒരു സിസ്റ്റം ഉണ്ടാക്കുക. ശ്രദ്ധിച്ചോ, നമ്മൾ കണ്ടെത്തിയ ഓരോ പ്രധാന പ്രശ്നത്തിനും നേരിട്ടുള്ള മറുപടിയാണ് ഈ 3 കാര്യങ്ങളും. ഇനി ഈ സന്ദേശം ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കും? എല്ലാവരോടും ഒരേ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ഗ്രൂപ്പിനോടും അവരുടെ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കണം. ചെറുപ്പക്കാരോട് സംസാരിക്കാൻ സോഷ്യൽ മീഡിയയും ജോബ് ഫെയറുകളും ഉപയോഗിക്കാം. സ്ത്രീകളിലേക്കെത്താൻ കുടുംബശ്രീ നെറ്റ്വർക്ക് ഉപയോഗിക്കാം. കർഷകരോട് സംസാരിക്കേണ്ടത് സബ്സിഡിയെപ്പറ്റിയും താങ്ങുവിലയെപ്പറ്റിയുമാണ്. ഓരോ വിഭാഗത്തിനും വേണ്ടതെന്താണോ അത് സംസാരിക്കണം. ഇങ്ങനെ ഓരോരുത്തരിലേക്കും എത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ഓർക്കണം. ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ ഡേറ്റാ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം ഏതൊരു ആശയവിനിമയവും ആളുകളുടെ സമ്മതത്തോടെയായിരിക്കണം. ഓരോ പൗരന്റെയും സ്വകാര്യതയും അന്തസ്സും നമ്മൾ മാനിക്കണം. അവരുടെ അനുവാദമില്ലാതെ ശല്യം ചെയ്യുന്നത് വിശ്വാസം തകർക്കുകയുള്ളൂ. ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് ഒരു ജനവിധിയെ എഞ്ചിനീയർ ചെയ്തെടുക്കുന്നത്? ഇത് വ്യക്തികളെ ആശ്രയിച്ചുള്ള കളിയല്ല, മറിച്ച് പെർഫോമൻസിനും കൃത്യമായ ഭരണനിർവഹണത്തിനും ഊന്നൽ നൽകുന്ന ഒരു പുതിയ രാഷ്ട്രീയത്തിന്റെ തുടക്കമാണ്. ഒരു വിജയം ഉറപ്പിക്കാൻ 2 തലത്തിലുള്ള തീരുമാനങ്ങൾ വേണം. 1 സ്ട്രാറ്റജിക്, 2 ഓപ്പറേഷണൽ. സ്ഥാനാർത്ഥിയെ മാറ്റണോ, ഇൻഫ്രാസ്ട്രക്ചർ പ്രധാന വിഷയമാക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സ്ട്രാറ്റജിയാണ്. ആ തീരുമാനം താഴെത്തട്ടിലെത്തിക്കാനുള്ള ബൂത്ത് മാനേജ്മെന്റും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുമൊക്കെയാണ് ഓപ്പറേഷൻസ്. വലിയ ചിന്തയും അത് നടപ്പാക്കാനുള്ള കഴിവും രണ്ടും ഒരുപോലെ വേണം. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. പഴയകാലത്തിന്റെ പേരിലോ ഒരു നേതാവിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടോ മാത്രം നേടുന്ന വിജയം അത് മണലിൽ പണിത ഒരു വീട് പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാം. യഥാർത്ഥ ഭരണമികവ് എന്ന അടിത്തറ ഇല്ലെങ്കിൽ ഒരു ജനവിധിക്കും അധികം ആയുസ്സുണ്ടാകില്ല. If you want to become a people-centric leader and uplift your constituency, get in touch with blueprintstrategies.ai at mgr@blueprintstrategies.ai or call 080-420-41602. Purpose Beyond Politics.